ഞാൻ എൻ്റെ പരിചയത്തിലുള്ള കുറച്ച് കുട്ടികളോട് ഈ വർഷത്തെ +2 റിസൾട്ട് വന്ന സമയത്ത് മാർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. വെറുതെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട്. പ്രത്യേകിച്ച് ചോദിച്ചത് മാത്സിലെത്തതാണ് കേട്ടോ, കാരണം നമ്മൾ മാത്സ് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ കാര്യം, ഒരുവിധ ആൾക്കാർക്കൊക്കെ A+ ഉണ്ട്, ചില ആൾക്കാർക്ക് കുറഞ്ഞ മാർക്കേ ഉള്ളൂ. പക്ഷേ ചിലർക്ക് മാത്സിന് മാത്രം A+ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു അത് എന്താണ് അതിന് കാരണമെന്ന്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, സാർ ഞങ്ങൾ ഇൻ്റഗ്രൽസ് പഠിച്ചിട്ടില്ലായിരുന്നു, ഇൻ്റഗ്രൽസ് ഞങ്ങൾ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തു എന്ന്. അപ്പോൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്തതുകൊണ്ട് അവർക്ക് A+ നഷ്ടമാകുമോ? സാധ്യതയുണ്ട്. കാരണം ഇൻ്റഗ്രൽസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ചാപ്റ്ററായുള്ള അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൻ്റെ ബാക്കിയാണ്, അത് പഠിക്കാൻ പറ്റില്ല. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതൊക്കെ ഇൻ്റഗ്രൽസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. സോ ഈ 3 ചാപ്റ്റർ പിന്നെ അവർ മറക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഇൻ്റഗ്രൽസ് പഠിക്കാത്തത് മൂലം അവർക്ക് A+ പോയി, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ ഈ പ്രശ്നം നിങ്ങൾക്കും വരുമോ? ചാൻസ് ഉണ്ട്. ഇൻ്റഗ്രൽസ് പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെയും A+ നഷ്ടമായേക്കാം. അപ്പോൾ ഇൻ്റഗ്രൽസ് എങ്ങനെ വളരെ ഈസി ആയിട്ട് പഠിക്കാം? ഞാൻ എന്നാൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഇൻ്റഗ്രൽസ് ആണോ സത്യത്തിൽ നിങ്ങളുടെ +2 മാത്സിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ? എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഏതൊരു കുട്ടിയുടെയും ടഫസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഇൻ്റഗ്രൽസ് ആയേക്കാം. കാരണം അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്, ഒരുപാട് കണ്ടൻറ്റ് പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ തന്നെ വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കില്ല. സോ നിങ്ങൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് എന്നതുപോലെ, സർപ്രൈസ് ഒന്നും അല്ല കേട്ടോ, നമ്മൾ ഇൻ്റഗ്രൽസിൻ്റെ കുറച്ച് പാർട്ടായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. നാളെ കൃത്യം 7 മണിക്ക് ആദ്യത്തെ വീഡിയോ നിങ്ങളുടെ കയ്യിലെത്തും. അത് നിങ്ങൾ കണ്ടിട്ട് കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയണം. ബാക്കിയുള്ള ദിവസങ്ങളിൽ അടുത്ത വീഡിയോകളും എത്തി തുടങ്ങും. അപ്പോൾ ഇൻ്റഗ്രൽസ് അടിപൊളിയായിട്ട് പഠിക്കാനുള്ള ഒരു സൊല്യൂഷനാണത്. അത് ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ഇനി ക്രിസ്മസ് എക്സാമിൻ്റെ കാര്യത്തിലേക്ക് വരാം. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ആദ്യ ചാപ്റ്ററായിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ മുതൽ 11ാമത്തെ ചാപ്റ്ററായിട്ടുള്ള 3 ഡയമെൻഷണൽ ജോമെട്രി വരെ വളരെ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. ഇതിൽ നിങ്ങളുടെ ഇൻ്റഗ്രൽസ് ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ കാൽക്കുലസിൽ വരുന്ന 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതൊക്കെ നല്ല വെയിറ്റേജിന് നല്ല മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏതിന് മുൻഗണന കൊടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ചാപ്റ്റേഴ്സ്, അതായത് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി, മെട്രിസസ്, ഡിറ്റർമിനൻസ്, ഇതിൽ നിന്നൊക്കെ കുറഞ്ഞ മാർക്കിനെ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ. പിന്നീട് അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ്, അതായത് നമ്മുടെ സെക്കൻഡ് ടേം ടോപ്പിക്സ് ഉണ്ടല്ലോ, സെക്കൻഡ് ടേം ചാപ്റ്റേഴ്സ്, അതിൽ നിന്നാണ് ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് മാർക്കിനും ചോദിക്കാറുള്ളത്. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് വളരെ കൃത്യമായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാൽക്കുലസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മെട്രിക്സ് ഉള്ളതുപോലെ അല്ല. മെട്രിക്സ് ഒക്കെ നമുക്ക് സാധാരണ രീതിയിൽ കണ്ടാൽ മനസ്സിലാവും, ഇത് ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന്. പക്ഷേ കാൽക്കുലസ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് സോൾവ് ചെയ്യണം. പേപ്പറിൽ എഴുതി തന്നെ പഠിക്കണം. എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് എക്സാമിന് കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂ. അല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അനുഭവപ്പെട്ടതായിരിക്കും. നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു പോകും, പക്ഷേ എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് ആൻസർ പകുതി എത്തുമ്പോൾ സ്റ്റക്കായി പോകും. ആ ഒരു അവസ്ഥ വരരുത്. അപ്പോൾ കൃത്യമായിട്ട് ആൻസേഴ്സ് എഴുതി തന്നെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാൽക്കുലസ് സെക്ഷൻ നിങ്ങൾക്ക് വളരെ ഈസി ആവുകയുള്ളൂ. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻ്റഗ്രൽസ്. ഒരുപാട് മാർക്കിന് ചോദിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സീരീസ് നിങ്ങൾക്കൊരു 3-4 ടോപ്പിക്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോസ് നമ്മളെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആദ്യ വീഡിയോ മറക്കരുത്, നാളെ കൃത്യം 7 മണിക്ക് വരുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ഒപ്പീനിയൻസ് അറിയിക്കുക. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് വളരെ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് തുടങ്ങാം. അതിന് എജുപോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം. ബൈ.